ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളത് ഞാൻ വലിയ അറിവുള്ള ആളാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ ആത്മാർത്ഥമായി അള്ളാഹു എന്നൊരു ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ വന്നില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂഫി ലോകത്തെ രണ്ട് ചക്രവർത്തിമാരാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവും ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ബിശ്റുൽ ഹാഫി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്നു. ഉദ്ദേശം ദീർഘമായ അറിവിന്റെ ചർച്ചയും ചരിത്രങ്ങളും ഫിഖ്ഹും ഹദീസും ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളും തുടങ്ങി അറിവിന്റെ ആയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുകയാണ് ലക്ഷ്യം. അങ്ങനെ ചെന്ന് സലാം പറഞ്ഞു. ദീർഘമായ ചർച്ചകൾ നടന്നു. ഓരോ വിഷയങ്ങളിലും കൃത്യമായി ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ചർച്ചകൾ നടന്നു. അങ്ങനെ തിരിച്ചു പോരുന്ന സമയം മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾ പറയുകയാണ്, ഞാൻ ഫുളൈൽ തങ്ങളോട് പറഞ്ഞു, ഇന്നലത്തെ രാത്രി വളരെ മനോഹരമായ രാത്രിയാണ്. ഏറ്റവും നല്ല ചർച്ചകളാൽ ധന്യമായ ആ രാത്രിയെ നമ്മൾ എങ്ങനെയാണ് വർണ്ണിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഫുളൈൽ തങ്ങളുടെ മറുപടി, ഇന്നലത്തെ രാത്രി വളരെ മോശമാണ്. കാരണം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാചാലമായി സംസാരിച്ചെങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളത് ഞാൻ വലിയ അറിവുള്ള ആളാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ ആത്മാർത്ഥമായി അള്ളാഹു എന്നൊരു ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ വന്നില്ലല്ലോ. നമ്മുടെ ചർച്ചയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങളോ ആത്മാർത്ഥമായി ഇഖ്ലാസുള്ള ചർച്ചകളോ ആയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളും സംസാരങ്ങളും എനിക്ക് വളരെ മോശമായിട്ടാണ് ഇന്നലത്തെ അനുഭവം സമ്മാനിച്ചത്. തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം ചർച്ചയേക്കാൾ നല്ലത് ഒറ്റയ്ക്കിരിക്കുന്നതാണ്.